എനിക്ക് വേറെ കോള് വന്നതാണ്. പറയൂ പറയൂ പറയൂ. ആ ആ അല്ല, ആദ്യം മനസ്സിലാക്കണം, ഈ ഗുരുവായിട്ട് സ്വീകരിക്കുന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. അത് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ എന്നെ ഗുരുവാക്കാനുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ അതിനകത്ത് ഉത്തരവാദിയല്ല, മനസ്സിലായി? എനിക്ക് അതിനകത്ത് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. കാരണം നിങ്ങൾ എന്നിൽ എന്നെ ഗുരുവായിട്ട് കാണുന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. അതെ, അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ഗുരുവായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാനൊരു സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആ, ഇനി പറഞ്ഞോളൂ. അപ്പൊ ഞാൻ കുറച്ച് പൈസയൊക്കെ സഹായിച്ച്, അപ്പൊ ഇനിയും 5 ലക്ഷം രൂപ വേണമെന്നാണ് അവര് പറയുന്നത്. എന്നിട്ട് അവരെ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി, അങ്ങനെ എന്താ പൈസ സഹായിക്കാത്തത്. ഞാൻ ആക്ച്വലി കൊടുത്തു, കുറച്ചൊക്കെ ഉള്ളത് കൊടുത്തു. അപ്പൊ അതിന് നമ്മൾ എന്താണ് സാറേ, അത് എനിക്ക് വലിയ വിഷമമായി പോയത്. അതെ, നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വിഷമം മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷമം അവരുമായിട്ടുള്ള സഹകരണത്തിൽ അവർക്ക് പൈസ കൊടുത്താൽ നിങ്ങളുടെ വിഷമം തീരുമെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് വിഷമം തീർക്കണം. നിങ്ങൾക്ക് അവരുടെ വിഷമം, കാരണം അവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയപ്പോൾ ആ കുറ്റപ്പെടുത്തലിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായത് എന്തിൻ്റെ പേരിലാണ്? കാശ് കൊടുക്കാത്തതിൻ്റെ പേരിലാണ്. അപ്പം കാശ് എന്തിനാണ്? മകന് ക്യാൻസറാണ്, ആ ക്യാൻസറിന് ചികിത്സക്കാണ് കാശ് ചോദിക്കുന്നത്. അവിടെ ആ ഭാഗത്ത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഭാഗത്താണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് കൊടുക്കാൻ കാശുമുണ്ട് കയ്യിൽ. അപ്പം നിങ്ങൾ നിസ്വാർത്ഥമായിട്ട് നിങ്ങൾക്ക് ആ കാശ് കൊടുക്കാൻ സാധിച്ചാൽ അത് നിങ്ങൾ ചെയ്യുന്ന അവരോടുള്ള ബന്ധത്തിൻ്റെ നല്ല ഭാഗമാണ്. കാരണം ചോദിക്കുന്നത് എന്തിനാണ്? മകൻ്റെ ചികിത്സക്കാണ്, അല്ലേ? നിങ്ങളുടെ ഈ കാശ് വെച്ചുകൊണ്ട് നിങ്ങൾ വേറെ ആർഭാടമായിട്ട് പല കാര്യത്തിനും, മദ്യത്തിനും വേറെ പലതിനും ചിലവാക്കുന്നു. പക്ഷെ അത് ചിലവാക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഒരു വ്യക്തി, രോഗിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചികിത്സിക്കാൻ കൊടുക്കുന്നത്. ആ നല്ല മനസ്സോടെ കൊടുത്താൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ മാനസികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മറ്റൊരാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എൻ്റെ ജീവൻ ഉപകരിക്കുമ്പോൾ എൻ്റെ ജീവൻ കൂടുതൽ മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ കൊടുക്കാൻ നിങ്ങളുടെ കാശുണ്ടെങ്കിൽ നിങ്ങൾ 5 അല്ല 50 ലക്ഷം കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരാളോട് ചോദിക്കത്തില്ലല്ലോ. നിങ്ങൾ ചോദിച്ചാലും അവിടെ നിങ്ങൾ ഇല്ലെങ്കിൽ ആരും കൊടുക്കത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സ് പ്രയാസപ്പെടുന്നത് അത് നിങ്ങളുടെ വിവരമില്ലായ്മയാണ്. മനസ്സ് പ്രയാസപ്പെടുന്നത് വിവരമില്ലായ്മയാണ്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ, ഒരു കുട്ടി വീഴാൻ പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിലാണ്. നിങ്ങൾക്ക് പിടിക്കാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പിടിക്കണം. നിങ്ങൾക്ക് പിടിക്കാനുള്ള ആരോഗ്യമില്ല. കാരണം നിങ്ങൾ പിടിച്ചാൽ നിങ്ങൾക്കും കൂടുതൽ ദോഷം വരും, ആ കുട്ടിക്കും കൂടുതൽ ദോഷം വരും. അപ്പം പിടിക്കാതെ ഇരിക്കുന്നതാണ് വിവേകം. ഇല്ല, വരത്തില്ല. കാരണം എനിക്കതിനുള്ള പ്രാപ്തിയില്ല. എൻ്റെ പ്രാപ്തിയില്ലായ്മയുടെ ഭാഗത്ത്, അത് ഞാൻ അർഹതപ്പെട്ട സമയത്ത് പ്രാപ്തനാകാതെ ഇരുന്നത്, അത് എൻ്റെ കുറ്റബോധമാണ്. അത് തീർച്ചയായിട്ടും കുറ്റപ്പെടുത്തുക തന്നെ വേണം. കാരണം അർഹതപ്പെട്ട സമയത്ത് അർഹതപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്തത് എൻ്റെ നിരുത്സാഹവും എൻ്റെ മടിയും കാരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളായിട്ടിരിക്കേണ്ട അവസ്ഥയെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പല സ്ഥലത്തും നമ്മൾ കുറ്റപ്പെടുത്തേണ്ടി വരും. അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിരന്തരം സത്യസന്ധമായിട്ട് നമ്മൾ പ്രവർത്തിച്ചു തുടരണം. എവിടെയെല്ലാം അർഹതപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കണമോ അവിടെയെല്ലാം അർഹതപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതം തുടർന്നു പോകേണ്ടത്. അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ ഞാൻ നിർഗുണനാണ് എന്ന് പറയത്തക്ക രീതിയിൽ ആകുന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു വിമാനം ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്ന എനിക്കൊന്നും ചെയ്യാനില്ല. കാരണം അതെൻ്റെ കഴിവിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യമല്ല. അപ്പം നമുക്ക് അർഹതപ്പെട്ട കാര്യത്തിൽ
നമ്മൾ ഇടപെടുന്നിടത്താണ് നമ്മുടെ യോഗ്യത. അല്ല എല്ലാ കാര്യത്തിലും അപ്പുറത്തെ വീട്ടിൽ ഒരു കൊലപാതകം നടന്ന് എൻ്റെ ഉത്തരവാദിത്തമല്ല. മനസ്സിലായി? ഞാനുമായിട്ട് കണക്റ്റായിരിക്കുന്ന വ്യക്തിയോട് ഞാൻ വളരെ മനോഹരമായിട്ട് സത്യസന്ധമായിട്ട് സഹകരിക്കുന്നുണ്ടോ ഇല്ലെന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഓക്കെ അല്ലേ? ഓക്കെ. ശരി ശരി ശരി. ഞാൻ ബിസിയല്ല. എന്നെ ഒരാൾ വിളിക്കുമ്പോൾ അയാളോട് സംസാരിക്കുക എന്നുള്ളത് അത് ബിസിയായിട്ടല്ല, അത് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ ഫോൺ എടുക്കുകയില്ല. ഉറങ്ങാനാണ് കിടക്കണമെങ്കിൽ അത് ബിസിയല്ല, അത് ഉറക്കമാണ്. ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത് ബിസിയല്ല. ഇത് നിങ്ങളോട് വളരെ ന്യായമായിട്ട് മര്യാദയോടുകൂടി സമാധാനത്തിൽ സംസാരിക്കുകയാണ്. ബിസിയല്ല ഞാൻ ഒട്ടും. ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭാഗം ഇങ്ങനെയാണ്. ഒരിക്കലും തിരക്കിട്ട് ജീവിക്കുന്നില്ല. തിരക്ക് പിടിച്ചൊരു ജീവിതം. ചാരിറ്റി നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ചാരിറ്റിയുടെ ആവശ്യമില്ല. ചാരിറ്റി അല്ല ചെയ്യുന്നത്, നമ്മൾ മറ്റൊരാളോട് സഹകരിക്കുകയാണ് ചെയ്യുന്നത്. ആ വ്യക്തിയും ഞാനുമായിട്ട് സഹകരിക്കുക. എന്നെപ്പോലെ തന്നെ ജീവനുള്ളൊരു മനുഷ്യനാണ്. അവിടെ അത് ചാരിറ്റി അല്ല, അത് മനുഷ്യത്വമാണത്. എന്നുവെച്ചാൽ അത് സഹതാപമോ അനുകമ്പയോ ഒന്നും കൊണ്ടല്ല, അത് മനുഷ്യത്വമാണത്. എന്നുവെച്ചാൽ നമുക്ക് ചാരിറ്റിയുടെ ആവശ്യമില്ല എങ്ങും. അത് മനുഷ്യബന്ധമാണ്. ഇപ്പം നിങ്ങളെ ഞാൻ കേൾക്കുന്നു, നിങ്ങളുമായിട്ട് സഹകരിക്കുന്നു. കാരണം നിങ്ങൾ മനുഷ്യനായതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ സഹകരിക്കുന്നത്. അല്ലാണ്ട് ഔദാര്യമൊന്നും ചെയ്യുകയല്ല. നിങ്ങളെ കേൾക്കുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും രണ്ടുപേരുടെയും ഒരേപോലെയുള്ള ആവശ്യമാണ്. അല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സമയം പാഴാക്കുകയല്ല. നമ്മൾ ഒരുമിച്ച് ഇരുന്ന് ജീവിക്കണി എന്ന് ഇവിടെ അവിടെയാണ് ഒരുമ. അല്ലാണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഭയങ്കര വലിയ ഹൃദയമുള്ള ആളാണ്, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഹൃദയം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ കൂടുതലും കുറവല്ല, ഇവിടെ സമത്വമാണ്. അതുകൊണ്ട് ചാരിറ്റി ഇല്ല. എനിക്കൊരു 10 ലക്ഷം രൂപ കടമുണ്ട്, അത് തന്നില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ വഴിയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളൊന്നും പറയണ്ട. കാരണം 10 ലക്ഷം രൂപയുടെ പേരിൽ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യത്വപരമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ശരീരത്തിൻ്റെ പ്രവൃത്തിയാണത്. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ആത്മഹത്യയുടെ ഭാഗത്തോട്ടാണ് പോകുന്നതെങ്കിൽ ആ വ്യക്തിയിൽ വ്യക്തിത്വം ഇല്ലാത്തതിൻ്റെ ലക്ഷണമാണത്. അയാൾക്ക് 10 ലക്ഷം രൂപയുടെ അല്ല ആവശ്യം, അയാൾക്ക് തിരിച്ചറിവിൻ്റെ പോരായ്മയാണുള്ളത്. ആ വ്യക്തിക്ക് തിരിച്ചറിവിൻ്റെ പോരായ്മയാണുള്ളത്. മനസ്സിലായി? ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അത് തിരിച്ചറിവില്ലാത്ത ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു ശരീരം മാത്രമാണ്. ആ വ്യക്തിയായിട്ട് അവിടെ തെളിഞ്ഞിട്ടില്ല. അല്ല അതെല്ലാം അതിൻ്റെ പേരിൽ അയാൾ ആത്മഹത്യയുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഇയാൾ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും സത്യസന്ധമായിട്ടല്ല ചെയ്യുന്നത്. സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർ ഒരിക്കലും ആത്മഹത്യ എന്നൊരു ഭാഗം പറയത്തില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. സത്യസന്ധത എന്തോ അല്ല, ബിസിനസ് അല്ലേ തകർന്നുള്ളൂ, ഈ ആള് തകർന്നിട്ടില്ലല്ലോ. കാറാണ് ഇടിച്ചത്, കാറിടിച്ച് കാറ് തകർന്നു പോയി. അതുകൊണ്ട് ആൾക്ക് വല്ല കുഴപ്പമുണ്ടാ? ആൾക്ക് ജീവനുണ്ട്. ആൾക്ക് ശരീരത്തിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ശുശ്രൂഷിക്കണം അല്ലേ? കാർ ആക്സിഡൻറ്റിൽ ശരീരത്തിന് കൂടി മുറിവ് വന്നെങ്കിൽ ആ മുറിവാണ് ആദ്യം പൊറപ്പിക്കണം, അല്ലാണ്ട് കാറല്ല ആദ്യം റിപ്പയർ ചെയ്യുന്നത്. അല്ല, ആദ്യം ശരീരത്തിൻ്റെ മുറിവ് റിപ്പയർ ചെയ്യും. അപ്പോൾ ബിസിനസ് ചെയ്തപ്പോൾ ഇയാൾക്ക് മാനസികമായിട്ടുള്ള മുറിവുണ്ടായി, ആ മാനസിക മുറിവ് റിപ്പയർ ചെയ്യുക ആദ്യം. എന്നിട്ട് നമുക്ക് ബിസിനസ് റിപ്പയർ ചെയ്യുന്ന കാര്യം ആലോചിക്കാം. ആദ്യം മാനസികമായിട്ടുള്ള മുറിവ് പൊറപ്പിക്കുക, അതാണ് ആദ്യം വേണ്ടത്. നമ്മൾ ഒരുപാട് പേര് വരുന്നത് നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ടാ. അല്ല, നിങ്ങളിപ്പോൾ എന്നെ വിളിക്കുന്നത്, നിങ്ങൾ വിളിക്കാനുള്ളൊരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ലേ നിങ്ങൾ വിളിക്കുന്നത്.
അതിൽ ഒരുപാട് പേര് വരും, ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ടെന്നുള്ള ഭാഗമല്ല ഞാൻ പറയുന്നത്. എന്നെ വിളിക്കുന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിന് ഞാനൊരു കാരണം ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്. അപ്പം നിങ്ങളുടെ അടുത്ത് ഓരോരുത്തർ വരുന്നുണ്ടെങ്കിൽ ആ വരാനുള്ള സാഹചര്യം നിങ്ങളവിടെ ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. അത് വെറുതെ ആരും നിങ്ങളുടെ അടുത്ത് വരികയല്ല. അല്ലല്ല, അതൊന്നും വിഷയമല്ല. മക്കളില്ല, കുട്ടികളില്ല, ഭാര്യയില്ല, അതൊന്നും വിഷയമല്ല. നിങ്ങളൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് കൈയും കാലും കണ്ണും മൂക്കും ഹൃദയവും ശ്വാസകോശവും, നിങ്ങൾ പരിപൂർണനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഭാര്യയില്ല, മക്കളില്ല, അതുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണതയ്ക്ക് യാതൊരു അപാകതയുമില്ല. ഒരു അപാകതയില്ല. നിങ്ങൾ പൂർണ്ണനായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഭാര്യയില്ല, അതില്ല, ഇതൊന്നും നിങ്ങളുടെ പൂർണ്ണതയെ ബാധിക്കുന്ന പ്രശ്നമല്ല. എൻ്റെ ഒരു അത് നിങ്ങളുടെ ബന്ധുക്കാരനല്ല. നിങ്ങളുടെ ബന്ധുക്കാരന് ഒരിക്കലും പറയത്തില്ല. നിങ്ങൾ ബന്ധുക്കാരനാണെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായിട്ടുള്ള സവിശേഷതയുടെ ഭാഗത്തായിരിക്കും പൊരുത്തപ്പെടുന്നത്. അതാണ് ബന്ധുക്കാരൻ. ബന്ധമുള്ളവൻ സുഹൃത്തെ കേൾക്ക്. ബന്ധമുള്ളവൻ നമ്മളുടെ നല്ല ഭാഗത്തെ പറ്റിയേ പറയത്തുള്ളൂ. ബന്ധമില്ലാത്തവരാണ് നിർഗുണമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. കഥയില്ല. ആ കഥ കേൾക്കണ്ട. അവർ പറഞ്ഞ കഥ കേൾക്കണ്ട. നമ്മൾ രണ്ടുപേരുമാണ് സംസാരിക്കുന്നത്. അങ്ങനെ പലരും പലതും പറയും. നമ്മൾ മറ്റുള്ളവരുടെ ഈ പറയുന്ന പരദൂഷണം പറയുന്ന ഭാഗമില്ല, ആവശ്യമില്ല. അവർക്കങ്ങനെ പലതും പറയാം. നമ്മൾ സംസ്കാരമുള്ള രീതിയിൽ സഹകരിക്കുന്ന ഭാഗമാണ് എടുക്കുന്നത്. അങ്ങനെ പലരും പലതും പറയും. അത് അവരുടെ താല്പര്യം. നമ്മൾ പരസ്പരം സംസാരിക്കുന്നിടത്താണ് നമ്മൾക്ക് സഹകരിക്കാൻ പറ്റത്തുള്ളൂ. അവരും പറഞ്ഞ കാര്യം നമ്മുടെ സഹകരണത്തിൻ്റെ ഭാഗത്ത് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ പലരും പലതും പറയും. പക്ഷെ നമ്മൾ തമ്മിൽ സഹകരിക്കുന്ന ഭാഗത്ത് കൃത്യമായിട്ട് സഹകരിക്കുന്നുണ്ടോ, അവിടെ സത്യസന്ധത ഉണ്ടോ ഇല്ലെന്ന് നോക്കാനേ പറ്റത്തുള്ളൂ. നിങ്ങളോട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും വ്യാഖ്യാനിക്കാൻ ഞാൻ ആളല്ല. എനിക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന ഭാഗത്തെ എനിക്ക് സംസാരിക്കാനുള്ളൂ. അല്ല, കൃത്യമല്ലേ. ഇപ്പം നിങ്ങളെ ഒരാൾ വിളിച്ചിട്ട് അയാളുടെ മകന് അസുഖമാണ്, കാശ് വേണം, രോഗമാണ്, കൃത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? അല്ല, അതിന് നിങ്ങൾ സഹായിക്കണോ വേണ്ടയോ? സഹായമല്ല, നിങ്ങളുമായിട്ടുള്ള ബന്ധം അവിടെ നിലനിർത്തണോ വേണ്ടയോ? ആ ബന്ധത്തിന് കാരണം എന്താണ്? നിങ്ങളും ആ വ്യക്തിയുമായിട്ടുള്ള പരിചയമുണ്ട്. അപ്പം കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല തീരുമാനിക്കുന്നത്. നിങ്ങളുടെ കാശുണ്ടെങ്കിൽ നിങ്ങൾ ആ കാശ് കൊടുക്കും. മനസ്സിലായി? അതാണ് അതിൻ്റെ ഏറ്റവും നന്മയുടെ ഭാഗം. കുറ്റപ്പെടുത്തുന്ന ഭാഗം, അവർ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെ വിഷയമല്ല. നിങ്ങൾ കുറ്റക്കാരനാകുന്നുണ്ടോ ഇല്ല എന്നുള്ള ഭാഗം നിങ്ങളാണ് നോക്കേണ്ടത്. അവർ കുറ്റപ്പെടുത്തുന്നത് അവരുടെ ഭാഗമാണ്. നിങ്ങൾ കുറ്റക്കാരനാകുന്നുണ്ടോ ഇല്ല എന്ന് പരിശോധിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ